ഹാ, അത് എന്ത് വികാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി തീരുമാനിച്ചെന്നാൽ ഓക്കെ, ഇല്ലേ വേണ്ട, അത്ര പാർട്ടിയല്ലേ തീരുമാനിക്കുക. ജയചന്ദ്രനെ പാർട്ടി തീരുമാനിച്ചാൽ ജയചന്ദ്രൻ മത്സരിക്കും. ഹാ, അത് മത്സരത്ത് അദ്ദേഹം ഇതിനു മുമ്പ് 15 വർഷം MLA ആയിരുന്നല്ലേ. അപ്പോൾ ഇവിടെ സാധ്യതയുണ്ടെന്നുള്ളത് നേരത്തെ തെളിഞ്ഞിരിക്കുന്ന കാര്യമില്ല. അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും. അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതെനിക്കറിയില്ല. അതെ അതെ, എനിക്കറിയില്ല. അതൊക്കെ പുള്ളിയോട് പോയി ചോദിക്കും. ഞാനെങ്ങനെ പറയും? എന്തിന്? ഞാൻ 2 പ്രാവശ്യം MLA ആയി, 1 പ്രാവശ്യം മന്ത്രിയായി. ഈ ജില്ലയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആദ്യം മന്ത്രിയായ ആൾ ഞാനാണ്. ഈ പാർട്ടി ഈ പരിഗണനയെല്ലാം എനിക്ക് തന്നില്ലേ? അപ്പം നിർബന്ധമൊന്നുമില്ല. ഇല്ലില്ല. എനിക്ക് മറ്റൊന്ന്, ഉടുമ്പൻചോലയുടെ മുഖം മാറിയത് 3 തവണ ജയചന്ദ്രൻ MLA ആയിട്ടുള്ള കാലഘട്ടത്തിലല്ല. MM മണി എന്നയാൾ മുഖ്യമന്ത്രി ആയപ്പോഴും MLA ആയപ്പോഴുമാണ് റോഡടക്കം മണ്ഡലത്തിലെ ഒരുപാട് വികസനങ്ങൾ നടന്നത്. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ പാർട്ടി ഇപ്പോൾ ഈ 2 ടേം കഴിഞ്ഞ് 3ാമത് പരിഗണിക്കാതിരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയാണ്? അതൊന്നും പ്രശ്നമില്ല. പാർട്ടി ഇതുവരെ ഈ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി ഇതുവരെ ചർച്ച നടത്തിയായിട്ട് പോലും എനിക്കറിയില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. ആ പേര് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നോക്കട്ടെ, വരട്ടെ. എന്താന്ന് പാർട്ടി എന്ത് പറഞ്ഞോ അതാണ് നമ്മുടെ തീരുമാനം. പിന്നെ അല്ലാതെ മത്സരിക്കാൻ പറ്റുമോ? പാർട്ടിയല്ലേ എന്നെ മത്സരിപ്പിച്ച് മന്ത്രി വരെ ആക്കിയില്ലേ? ഇടുക്കി ജില്ലയിൽ നിന്ന് നമ്മുടെ പാർട്ടിയിൽ നിന്ന് മന്ത്രിയായത് ഞാനല്ലേ. ഞാൻ എങ്ങനെയായാലും ജയിക്കും. ആര് തന്നാലും ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും.